നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ രണ്ടാമത്തെ പാർട്ടാണ് ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. തിരുവിതാംകൂർ രാജവംശം അറിയപ്പെട്ടിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു. അപ്പം മുൻപ് തിരുവിതാംകൂർ രാജവംശം അറിയപ്പെട്ടിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു. ആയി രാജാക്കന്മാരുടെ തലസ്ഥാനം പൊതിയന്മല, അതായത് അഗസ്ത്യമല. ഇത് മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്. ആയി രാജാക്കന്മാരുടെ തലസ്ഥാനം എവിടെയാണെന്നുള്ളത് അത് പൊതിയന്മല. അഗസ്ത്യമലയുടെ മറ്റൊരു പേരാണ് പൊതിയന്മല. അപ്പോൾ അഗസ്ത്യമലയുടെ മറ്റൊരു പേരാണ് പൊതിയന്മല. തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 തിരുവിതാംകൂർ സ്ഥാപിച്ചത്. അപ്പം തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 12-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അനന്തവർണ്ണന എന്ന കൃതിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രദേശം തിരുവനന്തപുരമാണ്. അപ്പോൾ 12-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അനന്തവർണ്ണന എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള പ്രദേശം തിരുവനന്തപുരമാണ്. പ്രാചീന കാലത്ത് ഓഫിർ എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം പൂവാർ. പ്രാചീന കാലത്ത് ഓഫീർ എന്നറിയപ്പെട്ടിരുന്ന തുറമുഖമാണ് പൂവാർ. കിങ് സോളമൻ്റെ കപ്പൽ വന്നെടുത്ത കേരളത്തിലെ തുറമുഖമാണ് ഓഫീർ. കിങ് സോളമൻ്റെ കപ്പൽ വന്നെടുത്ത കേരളത്തിലെ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഓഫീർ. പ്രാചീന കാലത്ത് രാജേന്ദ്രപട്ടണം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് വിഴിഞ്ഞം. പ്രാചീന കാലത്ത് രാജേന്ദ്രപട്ടണം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം വിഴിഞ്ഞം. ആയി രാജവംശത്തിൻ്റെ രണ്ടാം ഭരണ തലസ്ഥാനം ആയിരുന്നു വിഴിഞ്ഞം. അപ്പം ആയി രാജവംശത്തിൻ്റെ രണ്ടാം ഭരണ തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. ചോളന്മാരുടെ പിൽക്കാല തലസ്ഥാനവും വിഴിഞ്ഞമായിരുന്നു. ചോളന്മാരുടെ പിൽക്കാല തലസ്ഥാനം ഏതായിരുന്നു? വിഴിഞ്ഞം. പ്രശസ്തമായ ചാലക്കമ്പോളം നിർമ്മിച്ച തിരുവിതാംകൂർ ദിവാൻ രാജ കേശവദാസ്. ചാലക്കമ്പോളം നിർമ്മിച്ചത് രാജ കേശവദാസ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഇത് രണ്ടും തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും PSC പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. മനസ്സിരുത്തി പഠിക്കുക. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണികഴിപ്പിച്ച വർഷം 1695. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണികഴിപ്പിച്ച വർഷം 1695. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കോട്ട പണിയുവാൻ അനുവാദം നൽകിയ റാണി ഉമയമ്മ റാണി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കോട്ട പണിയുവാൻ അനുവാദം നൽകിയ റാണിയാണ് ഉമയമ്മ റാണി. കോയിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട്. കോയിക്കൽ കൊട്ടാരം പണി കഴിപ്പിച്ച രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണി. ഈ ഉമയമ്മ റാണിക്ക് വേണ്ടിയാണ് കോയിക്കൽ കൊട്ടാരം പണി കഴിപ്പിച്ചത്. ശ്രീ ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖ കരാർ ഒപ്പിട്ടത് 2015 ആഗസ്റ്റ് 7. 2015 ആഗസ്റ്റ് 7 വിഴിഞ്ഞം കരാർ ഒപ്പിട്ടത്. ഇതൊരു ചിങ്ങമാസം 1-ാം തീയതി ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലമാണ് വിഴിഞ്ഞം. കേരളത്തിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞം. ഇത് മുൻവർഷ ചോദ്യമാണ്. കേരളത്തിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖ കരാർ ഒപ്പിട്ട വ്യക്തികൾ: ജെയിംസ് വർഗീസ്, സംസ്ഥാന തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി; മഹേഷ് മഹാപത്ര, അദാനി വിഴിഞ്ഞം പോർട്ട്. തിരുവനന്തപുരം 1991 വരെ ട്രിവാൻഡ്രം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. തിരുവനന്തപുരം 1991 വരെ ട്രിവാൻഡ്രം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1991 കേരള ഗവൺമെൻറ് തിരുവനന്തപുരം എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. കെ സ്പേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ഈ 1888 കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. കോന്നി റിസർവ് വനം നിലവിൽ വന്ന വർഷം 1888. മലയാള മനോരമ പത്രം ആരംഭിച്ച വർഷം 1888. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1888. ഈ 4 സംഭവങ്ങളും PSC പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അത് മനസ്സിരുത്തി പഠിക്കുക. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം എന്നാണ് 1888. കോന്നി റിസർവ് വനം നിലവിൽ വന്ന വർഷം 1888. മലയാള മനോരമ പത്രം ആരംഭിച്ച വർഷം 1888.
തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷവും 1888. ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക്സ് ഡിസീസ് ഐഡൻറ്റിഫിക്കേഷൻ സെൻറ്റർ തിരുവനന്തപുരത്താണ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ഡിസീസ് ഐഡൻറ്റിഫിക്കേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യ DNA ബാർകോഡിംഗ് സെൻറ്റർ പുത്തൻതോപ്പ്, തിരുവനന്തപുരം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ DNA ബാർകോഡിംഗ് സെൻറ്റർ തിരുവനന്തപുരത്താണ്. ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പി. ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ആരാണ്? ഉമ്മിണിത്തമ്പി. വർക്കല പട്ടണം അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. വർക്കല പട്ടണം സ്ഥാപിച്ചത് ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. കുമാരനാശാൻ മെമ്മോറിയൽ തോന്നയ്ക്കൽ. മഹാകവി ഉള്ളൂർ മെമ്മോറിയൽ ജഗതി. അപ്പോൾ കുമാരനാശാൻ മെമ്മോറിയൽ തോന്നയ്ക്കലും മഹാകവി ഉള്ളൂർ മെമ്മോറിയൽ ജഗതിയിലുമാണ്. ഈ 2 ക്വസ്റ്റ്യനും പലതവണ ചോദിച്ചിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള ആദ്യ ഫിലിം സ്റ്റുഡിയോ ചിത്രാഞ്ജലി, തിരുവനന്തപുരം. കേരള ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള ആദ്യ ഫിലിം സ്റ്റുഡിയോ ആയ ചിത്രാഞ്ജലി നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉദയ, ആലപ്പുഴ. കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോയാണ് ഉദയ, ആലപ്പുഴ. കേരളത്തിൽ പൊതുമേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ തിയേറ്റർ കലാഭവൻ, തിരുവനന്തപുരം. അപ്പം കേരളത്തിൽ പൊതുമേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ തിയേറ്ററാണ് കലാഭവൻ, തിരുവനന്തപുരം. കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ മേരിലാൻഡ്, തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആണ് മേരിലാൻഡ്. അത് തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കീഴിൽ നിലവിൽ വന്ന ആദ്യ 4K തിയേറ്റർ ലെനിൻ സിനിമാസ്, തിരുവനന്തപുരം. ചലച്ചിത്ര കോർപ്പറേഷൻ്റെ കീഴിൽ നിലവിൽ വന്ന ആദ്യത്തെ 4K തിയേറ്ററാണ് ലെനിൻ സിനിമാസ്. അത് തിരുവനന്തപുരത്താണ്. വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സയ്ക്കായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആശ്വാസം. പദ്ധതികളൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് പഠിച്ചുകൊള്ളണം. തിരുവനന്തപുരം ജില്ലാ ഭരണവിഭാഗവും ഓൾ കേരള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ആൻഡ് അസോസിയേഷനും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് അന്നം പുണ്യം. അന്നം പുണ്യം. അപ്പം വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സയ്ക്കായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആശ്വാസം. തിരുവനന്തപുരം ജില്ലാ ഭരണവിഭാഗവും ഓൾ കേരള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷനും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് അന്നം പുണ്യം. പൊതുസ്ഥലങ്ങളിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പിങ്ക് ബീറ്റ്. പൊതുസ്ഥലങ്ങളിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പിങ്ക് ബീറ്റ്. ജലസ്രോതസ്സുകളെ ജനകീയമായി സംരക്ഷിക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലയിൽ 2019 ആരംഭിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അപ്പോൾ ജലസ്രോതസ്സുകളെ ജനകീയമായി സംരക്ഷിക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലയിൽ 2019 ആരംഭിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി തിരുവനന്തപുരം ജില്ലയുടെയും കേരളത്തിൻ്റെയും തെക്കേ അറ്റത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. തെക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര, തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല, തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര, ഗ്രാമം കളിയിക്കാവിള, തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം, മുനിസിപ്പാലിറ്റി നെയ്യാറ്റിൻകര, ബ്ലോക്ക് പഞ്ചായത്ത് പാറശാല, നദി നെയ്യാർ, ശുദ്ധജല തടാകം വെള്ളായണി കായൽ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. തെക്കേ അറ്റത്തെ തുറമുഖം വിഴിഞ്ഞം. അപ്പോൾ തെക്കേ അറ്റത്തെ തുറമുഖമാണ് വിഴിഞ്ഞം. നമുക്കൊന്നുകൂടെ നോക്കാം. തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര, ഗ്രാമപഞ്ചായത്ത് പാറശാല, താലൂക്ക് നെയ്യാറ്റിൻകര, ഗ്രാമം കളിയിക്കാവിള, കോർപ്പറേഷൻ തിരുവനന്തപുരം, മുനിസിപ്പാലിറ്റി നെയ്യാറ്റിൻകര, ബ്ലോക്ക് പഞ്ചായത്ത് പാറശാല, നദി നെയ്യാർ, ശുദ്ധജല തടാകം വെള്ളായണി കായൽ, തുറമുഖം വിഴിഞ്ഞം. തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം, ലോകസഭാ മണ്ഡലം തിരുവനന്തപുരം, റെയിൽവേ സ്റ്റേഷൻ പാറശാല, വന്യജീവി സങ്കേതം നെയ്യാർ. അപ്പോൾ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം, ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം, റെയിൽവേ സ്റ്റേഷൻ പാറശാല, വന്യജീവി സങ്കേതം നെയ്യാർ. തെക്കേ അറ്റത്തുള്ള ജില്ലയും ലോക്സഭാ മണ്ഡലവും തിരുവനന്തപുരമാണ്. ഇനി നമുക്ക് തിരുവനന്തപുരത്ത് ജനിച്ച പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളും പ്രധാന വ്യക്തികളെയും കുറിച്ചൊന്ന് നോക്കാം. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ഡോക്ടർ പൽപ്പു, വക്കം മൗലവി എന്നിവർ തിരുവനന്തപുരത്ത് ജനിച്ച സാമൂഹിക പരിഷ്കർത്താക്കളായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ഡോക്ടർ പൽപ്പു, വക്കം മൗലവി. ഇനി തിരുവനന്തപുരത്ത് ജനിച്ച പ്രധാന വ്യക്തികളാണ് രാജാ രവിവർമ്മ ആർട്ടിസ്റ്റ്, പട്ടം താണുപിള്ള മുൻ മുഖ്യമന്ത്രി, കുമാരനാശാൻ കവി, പ്രേം നസീർ നടൻ,
മാലി മാധവൻ നായർ സാഹിത്യകാരൻ, CV രാമൻപിള്ള സാഹിത്യകാരൻ, സഞ്ജു വി സാംസൺ ക്രിക്കറ്റർ, ആനി മസ്ക്രീൻ സ്വാതന്ത്ര്യ സമര സേനാനി. അപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് ജനിച്ച പ്രധാന വ്യക്തികളായിരുന്നു രാജാ രവിവർമ്മ ആർട്ടിസ്റ്റ്, പട്ടം താണുപിള്ള കേരള മുൻ മുഖ്യമന്ത്രി, കുമാരനാശാൻ കവി, പ്രേം നസീർ നടൻ, മാലി മാധവൻ നായർ സാഹിത്യകാരൻ, CV രാമൻപിള്ള സാഹിത്യകാരൻ, സഞ്ജു വി സാംസൺ ക്രിക്കറ്റർ, ആനി മസ്ക്രീൻ സ്വാതന്ത്ര്യ സമര സേനാനി. ഇനി തിരുവനന്തപുരത്തുള്ള പ്രധാന സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും നോക്കാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ KPCC വെള്ളയമ്പലം, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പേട്ട, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് കൊച്ചുവേളി, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തുമ്പ, കേരള സംസ്ഥാന വനം വകുപ്പ് വഴുതയ്ക്കാട്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, നാഷണൽ സീഡ് കോർപ്പറേഷൻ കരമന, ന്യൂമിസ്മാറ്റിക് മ്യൂസിയം നെടുമങ്ങാട്. അപ്പം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ KPCC വെള്ളയമ്പലം, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പേട്ട, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് കൊച്ചുവേളി, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തുമ്പ, കേരള സംസ്ഥാന വനം വകുപ്പ് വഴുതയ്ക്കാട്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ മെഡിക്കൽ കോളേജ്, നാഷണൽ സീഡ് കോർപ്പറേഷൻ കരമന, ന്യൂമിസ്മാറ്റിക് മ്യൂസിയം നെടുമങ്ങാട്. അടുത്തത് ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടം, കേരള പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാട്, വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ നന്ദൻകോട്, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മസ്കറ്റ് സ്ക്വയർ PMG, EMS അക്കാദമി വെളപ്പിൽശാല, നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുടപ്പനക്കുന്ന്, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ വലിയമല, കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വെള്ളയമ്പലം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് തിരുവനന്തപുരം. അപ്പം ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടം, കേരള പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാട്, വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ നന്ദൻകോട്, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മസ്കറ്റ് സ്ക്വയർ PMG, EMS അക്കാദമി വിളപ്പിൽശാല, നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുടപ്പനക്കുന്ന്, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ വലിയമല, കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വെള്ളയമ്പലം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് തിരുവനന്തപുരം. അടുത്തതായി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് പാളയം, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി പൂജപ്പുര, കരകൗശല വികസന കോർപ്പറേഷൻ പുത്തൻചന്ത, കേരഫെഡ് വെള്ളയമ്പലം, മത്സ്യഫെഡ് കമലേശ്വരം, സംസ്ഥാന TV സെൻറ്റർ തിരുവനന്തപുരം, ടൂർഫെഡ് തിരുവനന്തപുരം, ടെക്ഫെഡ് തിരുവനന്തപുരം, ഇലക്ട്രോണിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ തിരുവനന്തപുരം. അപ്പം കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് പാളയം, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി പൂജപ്പുര, കരകൗശല വികസന കോർപ്പറേഷൻ പുത്തൻചന്ത, കേരഫെഡ് വെള്ളയമ്പലം, മത്സ്യഫെഡ് കമലേശ്വരം, സംസ്ഥാന TV സെൻറ്റർ തിരുവനന്തപുരം, ടൂർഫെഡ് തിരുവനന്തപുരം, ടെക്സ്ഫെഡ് തിരുവനന്തപുരം, ഇലക്ട്രോണിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ തിരുവനന്തപുരം. ഇതിങ്ങനെ കാണ്ഡമായിട്ട് കിടക്കുന്നത് കണ്ട് ആരും മടുക്കരുത്. ഇതെല്ലാം പഠിക്കേണ്ടതാണ്. PSC പല തവണ ആവർത്തിച്ച് ചോദിച്ചതാണ്. അപ്പം നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. കേന്ദ്ര മണ്ണു പരിശോധന കേന്ദ്രം തിരുവനന്തപുരം, കേന്ദ്ര മണ്ണു പരിശോധന കേന്ദ്രം തിരുവനന്തപുരം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നളന്ദ തിരുവനന്തപുരം. ഇത് സ്ഥാപിച്ചത് 1968 ഇത് ഒന്ന് പഠിച്ചോണം. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് തിരുവനന്തപുരം, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് തിരുവനന്തപുരം, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പട്ടം തിരുവനന്തപുരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്. പട്ടം തിരുവനന്തപുരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം, സംസ്ഥാന വനിതാ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനവും തിരുവനന്തപുരത്താണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനവും തിരുവനന്തപുരത്താണ്, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ തിരുവനന്തപുരം, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ തിരുവനന്തപുരം, കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ തിരുവനന്തപുരം, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തിരുവനന്തപുരം,
പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. മിൽമയുടെ ആസ്ഥാനം എവിടെയാണെന്നുള്ളത് തിരുവനന്തപുരത്താണ്. കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് തിരുവനന്തപുരം. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ ശാസ്ത്രഭവൻ പട്ടം തിരുവനന്തപുരം. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ ശാസ്ത്രഭവൻ പട്ടം തിരുവനന്തപുരം. കേരള ലൈബ്രറി കൗൺസിലിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ആസ്ഥാനവും തിരുവനന്തപുരത്താണ്. അടുത്ത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ശ്രീകാര്യം. അപ്പം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ശ്രീകാര്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിസ് പുലയനാർകോട്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിസ് എവിടെയാണ്? പുലയനാർകോട്ട തിരുവനന്തപുരം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് തിരുവനന്തപുരം. ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് തിരുവനന്തപുരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ തിരുവനന്തപുരം. കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഗോൾഫ് ക്ലബ്ബ് തിരുവനന്തപുരം. കേരളത്തിൽ RBIയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ഇത് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ RBIയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. അപ്പം ഇത്രയും ആസ്ഥാനങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത്. ഇത് പലതവണ ആവർത്തിച്ച് പഠിക്കുക. ഇനി ഔദ്യോഗിക വസതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ. ഇത് തിരുവനന്തപുരത്താണ്. മുഖ്യമന്ത്രിയുടെ വസതി ക്ലിഫ് ഹൗസ്. ഇതും തിരുവനന്തപുരത്താണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി കണ്ടോൺമെൻറ്റ് ഹൗസ്. കേരള സ്പീക്കറുടെ ഔദ്യോഗിക വസതി നീതി. കുളച്ചൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലാണ്. കുളച്ചൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. കുളച്ചൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലും കുളച്ചൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലുമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ്. സംസ്ഥാനത്തെ ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത്. പച്ചത്തുരുത്ത് നിർമ്മിച്ച ആദ്യ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനാണ് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ. അപ്പം പച്ചത്തുരുത്ത് നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യ പോലീസ് സ്റ്റേഷൻ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏക AIST സ്ഥിതി ചെയ്യുന്നത് വലിയമല തിരുവനന്തപുരം. AIST എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പം ഇന്ത്യയിലെ ഏക AIST സ്ഥിതി ചെയ്യുന്നത് വലിയമലയിലാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയായ SH1 അല്ലെങ്കിൽ MC റോഡ് ആരംഭിക്കുന്നത് കേശവദാസപുരം തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയായ SH1 അല്ലെങ്കിൽ MC റോഡ് ആരംഭിക്കുന്നത് കേശവദാസപുരം തിരുവനന്തപുരം. കേരളത്തിലെ രണ്ടാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തിരുവനന്തപുരം. കേരളത്തിലെ രണ്ടാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സ്ഥിരം വേദിയും തിരുവനന്തപുരമാണ്. അപ്പം നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സ്ഥിരം വേദി എവിടെയാണ്? തിരുവനന്തപുരം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി കേരളത്തിൽ എവിടെയാണ് ആരംഭിക്കുന്നത്? തോന്നയ്ക്കൽ തിരുവനന്തപുരം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി കേരളത്തിൽ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തുള്ള തോന്നയ്ക്കലിൽ ആണ്. തിരുവനന്തപുരത്ത് ആരംഭിച്ച കാഴ്ച പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി. അപ്പം തിരുവനന്തപുരത്ത് ആരംഭിച്ച കാഴ്ച പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രം പുനർജ്യോതി. കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ മ്യൂസിയം വള്ളക്കടവ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം വള്ളക്കടവ് തിരുവനന്തപുരം. ONV സാംസ്കാരിക സമുച്ചയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്താണ്. ONV സാംസ്കാരിക സമുച്ചയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഭൗമ വിവര പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് അരുവിക്കര. കേരളത്തിലെ ആദ്യത്തെ ഭൗമ വിവര പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് അരുവിക്കര പഞ്ചായത്ത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ യുണൈറ്റഡ് നേഷൻസ് ടെക്നോളജി ഇന്നോവേഷൻ ലാബ് സ്ഥാപിതമാകുന്നതും തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ യുണൈറ്റഡ് നേഷൻസ് ടെക്നോളജി ഇന്നോവേഷൻ ലാബ് സ്ഥാപിതമാകുന്നതും തിരുവനന്തപുരത്താണ്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിംഗ് ദേശീയ റാങ്ക് പട്ടികയിൽ കേരളത്തിൽ നിന്ന് 1ാം സ്ഥാനം നേടിയ കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിംഗ് ദേശീയ റാങ്ക് പട്ടികയിൽ കേരളത്തിൽ നിന്ന് 1ാം സ്ഥാനം നേടിയത് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരമാണ്.
ഇന്ത്യൻ റേഡിയോളജിക്കൽ ആൻഡ് ഇമേജിംഗ് അസോസിയേഷൻ നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയുടെ സ്ഥാനാർബുദ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. ഇന്ത്യൻ റേഡിയോളജിക്കൽ ആൻഡ് ഇമേജിംഗ് അസോസിയേഷൻ നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർബുദ ബാധിതരുള്ളത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സ്ഥാനാർബുദ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ അബ്ദുൽ കലാം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പുനലാൽ, തിരുവനന്തപുരം. കേരളത്തിലെ അബ്ദുൽ കലാം മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുനലാൽ, തിരുവനന്തപുരം. മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത് ശ്രീ ജവഹർലാൽ നെഹ്റു 1951 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി 1966 തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ഇനി കേരള നിയമസഭയുടെ പ്രത്യേക മന്ദിരം ഉദ്ഘാടനം ചെയ്തത് KR നാരായണനാണ്. 1998 ജൂൺ 3 അപ്പം കേരള നിയമസഭ പ്രത്യേക മന്ദിരം ഉദ്ഘാടനം ചെയ്തത് KR നാരായണൻ. ഉദ്ഘാടനം ചെയ്ത വർഷം 1998. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ കെൽട്രോൺ സ്ഥാപിതമായ വർഷം 1973. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, ആവർത്തിച്ച് പഠിച്ചോളുക. കേരള സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ കെൽട്രോൺ സ്ഥാപിതമായത് 1973. കെൽട്രോണിൻ്റെ സ്ഥാപകൻ KP നമ്പ്യാരാണ് കെൽട്രോണിൻ്റെ സ്ഥാപകൻ. ടെക്നോ പാർക്കിൻ്റെ സ്ഥാപക ചെയർമാനും ഈ KP നമ്പ്യാറാണ്. ടെക്നോ പാർക്ക് നിലവിൽ വന്നത് 1990. ടെക്നോ പാർക്കിൻ്റെ സ്ഥാപക ചെയർമാനും KP നമ്പ്യാറായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണബോധിനി. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയായിരുന്നു കേരളീയ സുഗുണബോധിനി. ഈ കേരളീയ സുഗുണബോധിനി പ്രസിദ്ധീകരണം ആരംഭിച്ച ജില്ല തിരുവനന്തപുരം. കേരളീയ സുഗുണബോധിനി പ്രസിദ്ധീകരണം ആരംഭിച്ച ജില്ലയാണ് തിരുവനന്തപുരം. കേരളീയ സുഗുണബോധിനി മാസികയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായിരുന്നു കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരളീയ സുഗുണബോധിനി മാസികയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായിരുന്നു കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. തിരുവനന്തപുരം ഭാഗമായിരുന്ന അഗസ്തീശ്വരം, തോവാള, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ ചേർന്ന് രൂപം കൊണ്ട തമിഴ്നാട്ടിലെ ജില്ലയാണ് കന്യാകുമാരി. അപ്പം കേരളത്തിലെ ജില്ലയായ തിരുവനന്തപുരത്തിൻ്റെ ഭാഗമായിരുന്ന അഗസ്തീശ്വരം, തോവാള, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ ചേർന്ന് രൂപം കൊണ്ട തമിഴ്നാട്ടിലെ ജില്ലയാണ് കന്യാകുമാരി. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വിൻഡ് ടണൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അത് VSSCയിലാണ്, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വിൻഡ് ടണൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? VSSC. നഗരവികസനത്തിനായി 1870 ടൗൺ ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ് ആക്ട് പ്രകാരം ടൗൺ ഇംപ്രൂവ്മെൻറ്റ് കമ്മിറ്റി സ്ഥാപിച്ച സ്ഥലമാണ് തിരുവനന്തപുരം. ദുരന്ത നിവാരണത്തിനായി നമുക്കായി എന്ന പദ്ധതി നിലവിൽ വരുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ദുരന്ത നിവാരണത്തിനായി നമുക്കായി എന്ന പദ്ധതി നിലവിൽ വരുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ഇനി അടുത്തത് തിരുവനന്തപുരം ജില്ല പ്രധാന വർഷങ്ങളിലൂടെ. അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം 1695. അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം 1695. അഞ്ചുതെങ്ങ് കലാപം 1697. ആറ്റിങ്ങൽ കലാപം 1721, മുമ്പ് നോക്കിയതാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ച വർഷം 1869. ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്ങിൽ സ്കൂൾ ആരംഭിച്ച വർഷം 1881. ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്ങിൽ സ്കൂൾ ആരംഭിച്ച വർഷം 1881. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം 1888. വക്കം അബ്ദുൽ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വർഷം 1905. പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വർഷം 1905. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നിലവിൽ വന്ന വർഷം 1938. കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നിലവിൽ വന്ന വർഷം 1938. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1940. 1940 തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാപിതമായത്. തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിതമായ വർഷം 1943. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിതമായ വർഷം 1943. ടെക്നോ പാർക്ക് സ്ഥാപിതമായ വർഷം 1990. ടെക്നോ പാർക്ക് സ്ഥാപിതമായ വർഷം 1990. തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ട് നിലവിൽ വന്ന വർഷം 1991. തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ട് നിലവിൽ വന്ന വർഷം 1991. കേരളത്തിലെ ആദ്യ ATM വെള്ളയമ്പലത്ത് സ്ഥാപിതമായ വർഷം 1993.
കേരളത്തിലെ ആദ്യ ATM വെള്ളയമ്പലത്ത് സ്ഥാപിതമായ വർഷമാണ് 1993. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തറക്കല്ലിട്ട വർഷം 2015. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തറക്കല്ലിട്ട വർഷം 2015. കേരള ഫാക്ടിലെ തിരുവനന്തപുരം ജില്ല എന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.